നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 11/1/2025 നടന്ന കേരള PSC 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2 എക്സാമിലെ 7 ബയോളജി ക്വസ്റ്റ്യൻസിൽ 5 എണ്ണവും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം സിനാപ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു, പിന്നെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് കണ്ടിരുന്നവർക്ക് ആൻസർ വേഗം കിട്ടും. അത് നമ്മൾ കാണിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂറോൺ ജംഗ്ഷൻസ് എന്താണ്? 3:48 കൃത്യമായിട്ട് നമ്മൾ പല ടൈപ്പ് ജംഗ്ഷനെ കുറിച്ചും അത് എവിടൊക്കെയാണ് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റിന് കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? അതിൻ്റെ ആൻസർ തെന്നി നീങ്ങുന്ന സന്ധി എന്നുള്ളതാണ്. അത് നമ്മുടെ ജോയിൻസിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിപ്പോൾ കാണിച്ചു തരാവേ. അത് ജോയിൻസിനെ കുറിച്ച്, തെന്നി നീങ്ങുന്ന സന്ധിയെക്കുറിച്ച് 38 മിനിറ്റ് 58 സെക്കൻഡിൽ കൃത്യമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വൃക്കയെക്കുറിച്ച് ഒരു ക്ലാസ്, ഈ അടുത്ത് തന്നെ ഒരു ക്ലാസ് വൃക്കയുടെയും കരളിനെ കുറിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വാസോപ്രസിൻ്റെ അളവ് വേനൽക്കാലത്ത് അതിൻ്റെ അളവ് കുറവായിരിക്കുമെന്നാണ് ഇതിൽ തെറ്റ് വന്നിരിക്കുന്നത്, തെറ്റായ പ്രസ്താവന. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചു. നമ്മുടെ ഈ വീഡിയോയിൽ 25 മിനിറ്റ് 49 സെക്കൻഡിൽ വാസോപ്രസിനെ കുറിച്ച് കറക്റ്റായിട്ട് എൻ്റെ ഫംഗ്ഷനും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത ക്വസ്റ്റ്യന് ഏതാ വന്നതെന്ന് വെച്ചാൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്ത ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ലിപ്പേസാണ്. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദഹന വ്യവസ്ഥ ഡിസ്കസ് ചെയ്തപ്പോഴാണ്. അതിപ്പം നമുക്കൊന്ന് 9 മിനിറ്റ് 42 സെക്കൻഡിൽ നമ്മുടെ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻസൈമുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിപ്പേസുകളെ കുറിച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഗ്ലോബുലിനാണ്. അതാണെങ്കിൽ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ 15:11 ഗ്ലോബുലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം 5 ക്വസ്റ്റ്യന് നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് നമുക്ക് എഴുതാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ക്ലാസ്സുകൾ ശ്രദ്ധിച്ചത് പഠിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ നല്ല ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.